Good morning all. So കഴിഞ്ഞ ക്ലാസ്സിലെ റിമൈനിങ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ചോദിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഒന്നെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലോ തിയറി പോർഷൻസിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം ക്ലിയർ ചെയ്യാം. സോ പ്ലീസ് ആസ്ക്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ട്സ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. സോ നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോഡ്യൂള് കോളംസ് ആയിരുന്നു. അപ്പോൾ കോളംസിന്റെ ഫംഗ്ഷൻ എന്താ മെയിൻ ആയിട്ട്? കോളത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിന്റെ ലോഡ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് കോളത്തിന്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് കോളത്തിനെ പറ്റിയിട്ടാണ്. ലോങ് കോളംസ് മാത്രമേ നമ്മൾ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ലോങ് കോളത്തിനകത്ത് അതിന്റെ ഫെയിലിയർ സംഭവിക്കുന്നത് ബക്ലിംഗ് കൊണ്ടായിരിക്കും. ബക്ലിംഗ് എന്ന ഫെയിലിയർ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ബക്ലിങ്ങിന്റെ എഫക്റ്റ് നമ്മൾക്ക് പഠിക്കാനായിട്ട് നമ്മളൊരു തിയറം പഠിച്ചു. എന്തായിരുന്നു ആ തിയറത്തിന്റെ പേര്? ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ പഠിച്ചൊരു തിയറം പഠിച്ചായിരുന്നു, ഒരു ഇക്വേഷൻ, ക്രിപ്ലിംഗ് ലോഡ്, ബക്ലിംഗ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ തിയറത്തിന്റെ പേരെന്തായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ തിയറം. മറന്നുപോയോ? സ്ലൈഡിൽ കിടപ്പുണ്ടല്ലോ പേരൊക്കെ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓയിലേഴ്സ് തിയറം. സോ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. EULERS, ഓയിലേഴ്സ് തിയറം, ഓയിലേഴ്സ് തിയറി ഫോർ കോളംസ്. അപ്പോൾ ഓയിലേഴ്സ് തിയറി ആണ് കോളത്തിന്റെ ബക്ലിംഗ് ഫെയിലിയർ അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച തിയറം. അപ്പോൾ ഓയിലർ തിയറിയും ഓയിലർ തിയറിയുടെ ഇക്വേഷൻസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓയിലർ തിയറി വെച്ചിട്ടുള്ള ബക്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ബക്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ കണ്ടേ, P Euler is equal to pi square EI divided by LE square. Euler equation is equal to pi square EI divided by LE square. Okay. ഇതിനകത്ത് E എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ്, I മൊമെന്റ് ഓഫ് ഇനേർഷ്യ, LE എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത്. ഇനി നമുക്ക് 4 എൻ കണ്ടീഷൻസ് പഠിച്ചായിരുന്നു. കോളത്തിന്റെ സപ്പോർട്ട്സ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ 4 എൻ കണ്ടീഷൻസ്. സോ ഫസ്റ്റ് എൻ കണ്ടീഷൻ ആയിരുന്നു ഇത്. ബോത്ത് എൻഡ്സ് ഓഫ് ദ കോളംസ് ആർ ഹിഞ്ചഡ് ഓർ പിൻഡ് ഓർ റൗണ്ടഡ് ഫ്രീ. ബോത്ത് എൻഡ്സ് ഓഫ് ദ കോളംസ് ആർ ഹിഞ്ചഡ്, പിൻഡ് ഓർ റൗണ്ടഡ് ഫ്രീ. അപ്പോ ആ കേസിൽ നമുക്ക് ഇക്വേഷൻ വരുന്ന എന്താന്ന് ഓർക്കുന്നുണ്ടോ? അവിടെ എഫക്റ്റീവ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു original length of the column. So Euler equation P is equal to pi square EI divided by L square. Capital L എന്ന് വെച്ചാൽ original length of the column ആണ്. ഈ ഇക്വേഷൻ ആണ് both ends of the column are hinged, pinned or rounded free. Pi square EI divided by L square. ഈ സെക്കൻഡ് കേസ് പഠിച്ചതാണ്. One end is fixed and other end is free. One end is fixed and other end is free. അവിടെ നമുക്ക് ഓയിലർ ഇക്വേഷന്റെ, ഓയിലർ തിയറം വെച്ചുള്ള ഇക്വേഷൻ P Euler is equal to
pi square EI divided by 4L square. Pi square EI divided by 4L square. In third case, one end of the column is fixed and other end pinned or hinged. One end of the column is fixed and other end is pinned or hinged. So, our case is Euler equation with another. Two pi square EI divided by L square. 2 pi square EI divided by L square. In fourth case, when both ends of the columns are fixed. When both ends of the columns are fixed, Euler equation with another. Ningali derivations ഒന്നും പഠിക്കണ്ട, just equations മാത്രം പഠിച്ചാൽ മതി. 4 pi square EI divided by L square. Euler equation, both ends of the columns are fixed. 4 pi square EI divided by L square. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കുക, ഇക്വേഷൻ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതിനകത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ സേഫ് കംപ്രസീവ് ലോഡ് ഓൺ എ ഹോളോ കാസ്റ്റ് അയൺ കോളം. So column one end rigidly fixed and other end hinged of 150 mm external diameter and 100 mm internal diameter and 10 meter length. Use Euler formula with a factor of safety 5 and E is equal to 95 giganewton per meter square. അപ്പോൾ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? കാൽക്കുലേറ്റ് സേഫ് കംപ്രസീവ് ലോഡ്. അപ്പോൾ സേഫ് കംപ്രസീവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യാമോ? സേഫ് കംപ്രസീവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. 2 pi square EI by L square ആണ്. സേഫ് കംപ്രസീവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സേഫ് ലോഡ് buckling load by factor of safety. Buckling load divided by factor of safety. So question അകത്തുണ്ടോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഓയിലർ ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്, ഓയിലർ ലോഡ്, ബക്ലിംഗ് ലോഡ്, ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ നമുക്ക് ആ ഇക്വേഷൻ പറയും. ഓയിലർ ലോഡ്, ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ്, ദാറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് സേഫ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോ ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണ്ടേ? നമുക്ക് എൻ കണ്ടീഷൻ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു എൻ കണ്ടീഷൻ? വൺ എൻഡ് റിജിഡ്ലി ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ചഡ്. ഇപ്പൊ വൺ എൻഡ് ഫിക്സഡും അതർ എൻഡ് ഹിഞ്ചഡും ആണെങ്കിൽ ഓയിലർ ഇക്വേഷൻ എന്തായിരുന്നു വരുന്നത്? വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഹിഞ്ചഡ്. ഓയിലർ ഇക്വേഷൻ 2 pi square EI by L square. ഇനി നമുക്ക് ഇയുടെ വാല്യൂം ഐയുടെ വാല്യൂം എല്ലിന്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ലേ? നോക്കിക്കേ. ഇയുടെ വാല്യൂം ഐയുടെ വാല്യൂം എല്ലിന്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? നോക്കിക്കേ. ഇയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടല്ലേ? യങ്സ് മോഡുലസ്. നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പറയുക, എന്നാലേ നമുക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുള്ളൂ.
അപ്പോൾ ഇയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 95 ജിഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോ 95 ജിഗാന്യൂട്ടൺ വേണ്ട, നമുക്ക് 95നെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ജിഗാന്യൂട്ടണെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ജിഗാന്യൂട്ടണെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് വൺസ് മോർ കേട്ടില്ല. 10⁻⁹. അപ്പോ യങ്സ് മോഡുലസിനെ വാല്യൂവിനെ ജിഗാന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോ ഇ ഈസ് ഈക്വൽ ടു 95 × 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ജിഗാന്യൂട്ടൺ ആയതുകൊണ്ട് അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 95 × 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് ഐയുടെ വാല്യൂ ഉണ്ടോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഒക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ടോസ് 1 പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അങ്ങനെ സാധനം പഠിച്ചിട്ടില്ലെന്നാണോ പറയാൻ വരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടെന്ന് പറയില്ലെങ്കിൽ നമുക്ക് വേണ്ട ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മൊമെന്റ് ഓഫ് ഇനേർഷ്യൽ ഇക്വേഷൻസ് ഒക്കെ? ഓക്കെ സർ, വേണ്ട ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാമോ സർ? പറഞ്ഞുതരാം. സോ ഇതൊരു സർക്കിൾ ആണോ? വരച്ചപ്പോ ശരിയായി. ഇതൊരു സർക്കിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ ഡി, ക്യാപിറ്റൽ ഡി ആയിട്ട് എടുക്കുക. ഡയമീറ്റർ ഡി. അപ്പോ ഇങ്ങനെ ഒരു സർക്കിൾ ആണെങ്കിൽ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഐ ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 64. പൈ ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു ഡി പവർ 4. പൈ ഡിവൈഡഡ് ബൈ 64 ഡി പവർ 4 എന്ന് വെച്ചാൽ ഒരു സോളിഡ് സർക്കിൾ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു ഡി പവർ 4 where d is the diameter. മനസ്സിലായോ? ഒരു സോളിഡ് സർക്കിൾ ആണെങ്കിൽ i is equal to pi by 64 d power 4. ഇക്വേഷൻ കിട്ടിയോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സോളിഡ് സർക്കിൾ. അല്ലെങ്കിൽ ഒരു സോളിഡ് കോളം ഒക്കെ ആണെങ്കിൽ പൈ ബൈ 64 ഡി പവർ 4. ഇനി ഹോളോ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു ഔട്ടർ ഡയമീറ്റർ ഉണ്ടാവും, ഒരു ഇന്നർ ഡയമീറ്റർ ഉണ്ടാവും. അപ്പൊ ഇതൊരു സോളിഡ് സർക്കിൾ ആണ്. ഇതിന്റെ ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡി, ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി. സോ ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡി, ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഐ ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 64. പൈ ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു ഡി ഔട്ടർ പവർ 4 മൈനസ് ഡി ഇന്നർ പവർ 4. അപ്പോൾ ഡി ഔട്ടർ പവർ 4 മൈനസ് ഡി ഇന്നർ പവർ 4 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരു ഹോളോ ഷാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോളോ കോളം ഒക്കെ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പൈ ബൈ 64 ഡി ഔട്ടർ പവർ 4, ഔട്ടർ ഡയമീറ്റർ റേസ്ഡ് 4 മൈനസ് ഡി ഇന്നർ ഡയമീറ്റർ റേസ്ഡ് 4. അപ്പോ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. നമുക്ക് ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടേ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? 150 mm external diameter and 100 mm internal diameter. അപ്പൊ ക്വസ്റ്റിനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തരാതെ നമുക്ക് ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പോ ഡി ഔട്ടർ ക്യാപിറ്റൽ ഡി 150 mm. ഈ 150 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് 0.15 മീറ്റർ ഡിവൈഡഡ് ബൈ 1000. ഇനി സ്മോൾ ഡി എന്ന് വെച്ചാൽ ഇന്നർ ഡയമീറ്റർ. അത് മില്ലിമീറ്റർ ആണ്, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു 0.1 മീറ്റർ. ഇനി ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കോളം, ഒറിജിനൽ ലെങ്ത് ഓഫ് ദ കോളം, അത് 10 meters ആണ്. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി 5. ഇനി യങ്സ് മോഡുലസിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ജിഗാ ന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? 10 power 9 ചെയ്തു. 95 into 10 power 9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to pi by 64 d outer power 4 minus d inner power 4. സോ അതിനെ സോൾവ് ചെയ്യുമ്പോൾ 2 into 10 raised to minus 5 meter power 4. 2 into 10 raised to minus 5 meter power 4. ഇനി എന്ത് ചെയ്തു? ഓയിലർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 pi square EI divided by L square. 2 pi square EI divided by L square. അപ്പോൾ എല്ലിന്റെ അടുത്തും ഇയുടെ അടുത്തും ഐയുടെ അടുത്തും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് കിട്ടി 375 into 10 power 3 ന്യൂട്ടൺ. 375 into 10 raised to 3 ന്യൂട്ടൺ. അതിനെ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിവൈഡഡ് ബൈ 1000. ഇത് നിങ്ങൾ ന്യൂട്ടണിലെ ആൻസർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ന്യൂട്ടണിലെ ആൻസർ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തത്. 375 raised to 10 raised to 3 എന്നുള്ളതിനെ ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ന്യൂട്ടനെ കിലോ ന്യൂട്ടൺ കൊണ്ട് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പൊ 375 കിലോ ന്യൂട്ടൺ. ഇനി സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓയിലർ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 375 divided by 5 that is equal to 75 kilonewton. 375 divided by 5 is equal to 75 kilonewton. So ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അതും പറയാം. സോ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കേ എല്ലാവരും. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞോ? ഞാൻ ഒന്നുകൂടി വായിക്കാം. എ സ്ലെൻഡർ പിൻ എൻഡഡ് അലൂമിനിയം കോളം 1.8 meter long and of circular cross section is to have an outside diameter of 50 mm. Calculate the necessary internal diameter to prevent failure by buckling if the actual load applied is 13.6 and the critical load applied is twice the actual load. Critical load applied is twice the actual load. യങ്സ് മോഡുലസിന്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ടേക്ക് E is equal to 70
giganewton per meter square. 70 giganewton per meter square. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഒന്ന് കമന്റ് ചെയ്തേ. ഈ ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു? ഇന്റേണൽ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം ഇന്റേണൽ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം ഇന്റേണൽ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നോക്കട്ടെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താ വരുന്നത്? I is equal to എന്തായിരുന്നു മൊമെന്റ് ഓഫ് ഇനേർഷ്യ? I is equal to 5/64 b raised to 4 minus b raised to b raised to 4 minus. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഐയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നോ? തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഐയുടെ വാല്യൂ അറിയത്തില്ല, പക്ഷെ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ അറിയാം. ഇപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? വേറെ എന്തെങ്കിലും വാല്യൂ ക്വസ്റ്റിന് തന്നായിരുന്നോ? വേറെ എന്തെങ്കിലും വാല്യൂസ്? നമുക്ക് ഓയിലർ ഇക്വേഷനിൽ തന്നെ തുടങ്ങാം. ഓയിലർ ഇക്വേഷൻ എന്താണ്? പി ക്രിപ്ലിംഗ് ലോഡ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താ എഴുതണ്ടേ? നമ്മുടെ കോളം എന്ത് ടൈപ്പ് കോളം ആയിരുന്നു? എൻ കണ്ടീഷൻ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ എൻ കണ്ടീഷൻ എന്തായിരുന്നു എന്ന്? എ സ്ലെൻഡർ പിൻ എൻഡഡ് അലൂമിനിയം കോളം. അപ്പോ പിൻ എൻഡഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ വരുന്നത്? പിൻ എൻഡ്, ബോത്ത് എൻഡ്സ് ആർ പിൻഡ്, ഹിഞ്ചഡ് ഓർ റൗണ്ടഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് പറഞ്ഞോ? Pi square EI by L square. Pi square EI divided by L square. L square. ഇനി ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ലോഡ് വാല്യൂ എന്താന്ന് ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് calculate the necessary internal diameter to prevent failure by buckling if the actual load applied is 13.6. ആക്ച്വൽ ലോഡാ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഓയിലർ ലോഡിൽ നമ്മൾ എഴുതുന്ന ലോഡ് എന്തായിരുന്നു? ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് ആണ് നമ്മൾ ഓയിലർ ഇക്വേഷനിൽ എഴുതുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ആക്ച്വൽ ലോഡ് ആണ്. ആക്ച്വൽ ലോഡ് ഇട്ടിട്ടല്ല ഒരിക്കലും നമ്മൾ ഓയിലർ ഇക്വേഷൻ ചെയ്യുന്നത്. നമ്മൾ ഓയിലർ ഇക്വേഷനിൽ കൊടുക്കുന്നത് എന്താണ്? ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കോളം ബക്കിൾ ചെയ്യും. ബക്കിൾ എന്ന് വെച്ചാൽ എങ്ങനെ? ബെൻഡ് ചെയ്യും. അപ്പോൾ ഓയിലർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ബക്ലിംഗ് ലോഡ് ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ക്വസ്റ്റിനകത്ത് നമുക്ക് ബക്ലിംഗ് ലോഡ് അല്ല കൊടുത്തിരിക്കുന്നത്. 13.6 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആക്ച്വൽ ലോഡ് ആണ്. ഈ ആക്ച്വൽ ലോഡും ബക്ലിംഗ് ലോഡും തമ്മിൽ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. The critical load applied is twice the actual load. Critical load applied is twice the actual load. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ ലോഡ് വേണം. ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറഞ്ഞാൽ 2 times into ആക്ച്വൽ ലോഡ്. ആക്ച്വൽ ലോഡ് എത്ര ആയിരുന്നു? 13.6 ന്യൂട്ടൺ ആയിരുന്നോ കിലോ ന്യൂട്ടൺ ആയിരുന്നോ? കിലോ ന്യൂട്ടൺ. നമുക്ക് അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇൻറ്റു 10 raised to 3 is equal to pi square. ഈയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 70 giganewton per meter square എന്നായിരുന്നു. അപ്പൊ 70 giganewtonൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ജിഗാന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? 70 into 10 raised to ജിഗാന്യൂട്ടനെ 9 ജിഗാന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 10 raised to 9. ഇനി ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എഴുതുക. π/64 ക്യാപിറ്റൽ D power 4 മൈനസ് സ്മോൾ d power 4 ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ കോളം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നോ? കോളത്തിന്റെ ലെങ്ത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും?
1.8. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഓയിലർ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും ആക്ച്വൽ ലോഡ് അല്ല. അപ്പൊ നമുക്കത് മിസ്റ്റേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റിനകത്ത് ഇവിടെ ആക്ച്വൽ ലോഡിന്റെ വാല്യൂ 13.6 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ ലോഡ് എന്ന്, ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലോഡിന്റെ 2 ടൈംസ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ലോഡ് ഇട്ടിട്ടാണ് നമ്മൾ ഓയിലർ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്. അത് ഓർത്തിരിക്കണം, അത് മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ളതാണ്. സോ സൊല്യൂഷനകത്ത് ഫസ്റ്റ് നമ്മൾ ഡയമീറ്റർ എഴുതി, ഡയമീറ്റർ 50 mm, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു 0.05 മീറ്റേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, നിങ്ങൾ മീറ്റേഴ്സിൽ തരുന്ന ഈ വാല്യൂസിനെല്ലാം, മില്ലിമീറ്ററിൽ തരുന്ന വാല്യൂസിനെല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എല്ലാ പ്രോബ്ലത്തിലും. സോ ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എഴുതി, π/64 ക്യാപിറ്റൽ D പവർ 4 മൈനസ് സ്മോൾ d പവർ 4. സോ അവിടെ നമ്മൾ ആ റിലേഷൻ എഴുതി വെച്ചു. ഇനി E 70 ജിഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, 70 ജിഗാന്യൂട്ടനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു, 70 into 10 power 9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ക്രിട്ടിക്കൽ ലോഡ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആക്ച്വൽ ലോഡ്, 2 into 13.6. ഇപ്പൊ 27.2 കിലോ ന്യൂട്ടൺ, അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു, 27.2 into 10⁻³ ന്യൂട്ടൺസ്. ഇനി ഓയിലർ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, π² EI/L². അവിടെ നിന്ന് സ്മോൾ ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ D പവർ 4 ഈസ് ഈക്വൽ ടു 3.65 into 10⁻⁻6 എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്ക് D ഈസ് ഈക്വൽ ടു റൂട്ട് എടുത്താൽ മതി, 0.0437 മീറ്റേഴ്സിന് കിട്ടും. സോ അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. നമുക്ക് ക്വസ്റ്റിനകത്ത് ക്യാപിറ്റൽ D കൊടുത്തിരുന്നത് മില്ലിമീറ്ററിലായിരുന്നു, അതുകൊണ്ട് ഇവിടെ സ്മോൾ d കിട്ടുന്ന വാല്യൂ മില്ലിമീറ്ററിലേക്ക് എഴുതുക, 43.7 millimeters. ഈ ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. No, sir. സോ എങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കോ. സോ നോട്ട്ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ആ ഗീവൺ ഡേറ്റാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോ. ഒരു ബുക്ക് എടുക്കുക, അതിനകത്ത് തന്നേക്കുന്ന ഗീവൺ ഡേറ്റാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഈ ക്വസ്റ്റ്യനിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? സേഫ് ലോഡ്. ഇവിടെയും സേഫ് ലോഡാ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? ബക്ലിംഗ് ലോഡ് ഡിവൈഡഡ് by ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇനി ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. L length ലെങ്ത് തന്നിട്ടില്ല. പിന്നെ ലെങ്ത് ഒന്നുമില്ല. സോ
സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. എ ബിൽഡ് അപ്പ് ബീം ഷോൺ ഇൻ ഫിഗർ ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അപ്പൊ ബീം ഫിഗർ കണ്ടു കാണില്ല. ഇത് ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഐ സെക്ഷൻ ആയിട്ടായിരിക്കുന്നത്. സോ ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ ആണ്. സാധാരണ നമ്മുടെ ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷൻ ആയിരിക്കും. പക്ഷെ ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഐ ഷേപ്പ് ആണ്. എ ബിൽഡ് അപ്പ് ബീം ഷോൺ ഇൻ ഫിഗർ ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അപ്പോൾ ബീം എന്ന് പറയുന്നത് എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. കമ്പ്യൂട്ട് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഫസ്റ്റിലെ ലെങ്ത് കണ്ടുപിടിക്കണം. Given that when it is subjected to a load of 40 kilonewton per meter unit length, it deflects by 1 centimeter. ആ സെന്റൻസിന് എന്താ മനസ്സിലായേ? എന്ത് വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്? ഡിഫ്ലക്ഷൻ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ ബീം ഒന്ന് വരയ്ക്കാം. So, ഒരു simply supported beam. ഈ simply supported beamല് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നോ? 40 kilonewton per meter. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും. 40 kilonewton per യൂണിറ്റ് ലെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 40 kilonewton per meter ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബീം എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇറ്റ് ഡിഫ്ലക്ട്സ്. ഇങ്ങനെ താഴത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. എന്നിട്ട് മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ 1 centimeters. So ഇനി ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. Find out the safe load. Find out the safe load if the beam is used as columns with both ends fixed. അപ്പൊ നമ്മൾ ഈ വരച്ച ബീം എന്ത് ചെയ്തു? അത് കോളമായിട്ട് യൂസ് ചെയ്യുവാണ്. പക്ഷെ കോളമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എൻ കണ്ടീഷൻ മാറി. എൻ കണ്ടീഷൻ എന്താണ്? ബോത്ത് എൻഡ് ഫിക്സഡ് ആയിട്ട് എടുത്തു. Assume factor of safety as 4. Use Euler formula. E is equal to 210 giganewton per meter square. E is equal to 210 giganewton per meter square. അപ്പോ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ഈ കോളം, ഈ ബീമാണ്, നമ്മൾ ഈ ബീമാണ് എന്തായിട്ട് യൂസ് ചെയ്തേക്കുന്നത്? അതിനെ കോളമായിട്ട് കൺവേർട്ട് ചെയ്തു. കോളമായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു? എൻ കണ്ടീഷൻ മാറിയെന്നേ ഉള്ളൂ. ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് കോളത്തിന്റെ ലെങ്ത് ഇല്ല. അപ്പൊ കോളത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന ബീമിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബീമിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആ ബീമിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിഫ്ലക്ഷൻ പഠിച്ചു. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഡെറിവേഷൻ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചിട്ട് വെക്കുക. y is equal to 5w L power 4. 5w L power 4 divided by 384 divided by 384 EI. ഇത് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ്. വൈഡ് ഇക്വേഷൻ ആണ്. Deflection of a simply supported beam carrying uniformly distributed load. 5 is equal to y is equal to 5w L power 4 divided by 384 EI. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് എന്താ ഈ ഇക്വേഷനകത്ത് ഏതൊക്കെ വാല്യൂസ് ഗിവൺ ആണ് ഒന്ന് പറഞ്ഞേ. ഇത് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂസ് അറിയാം? ഡബ്ല്യുവിന്റെ വാല്യൂ അറിയാം. പിന്നെ ഏത് വാല്യൂ അറിയാം? y അറിയാം. വൈയുടെ വാല്യൂ അറിയാം. പിന്നെ വൈയുടെ വാല്യൂ അറിയാം.
ഡബ്ല്യുവിന്റെ വാല്യൂ അറിഞ്ഞൂടെ? 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ? എല്ലിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ഐയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ബീമിന്റെ ക്രോസ് സെക്ഷന്റെ ഫിഗർ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ബീമിന്റെ ക്രോസ് സെക്ഷന്റെ ഫിഗർ എന്തായിരുന്നു? ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ത് ഷേപ്പിലെന്നാ കൊടുത്തിരുന്നേ? ഐ ഷേപ്ഡ് സെക്ഷൻ. അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ സർക്കുലർ സെക്ഷൻ ഇക്വേഷൻ പറഞ്ഞ എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സർക്കുലർ സെക്ഷൻ d⁴. അപ്പൊ ഇവിടെ നമുക്ക് ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കണ്ട, അതിന് പകരം റെക്ടാങ്കുലർ സെക്ഷന്റെ എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പോ ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. സോ റെക്ടാങ്കുലർ സെക്ഷന്റെ ബ്രെഡ്ത്ത് ബി, ഡെപ്ത് ഡി. അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ I is equal to B into BD cube divided by 12. ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ IXX ആണ് കേട്ടോ. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസും ഉണ്ട്, കണക്കിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് YY ആക്സിസും ഉണ്ട്. അപ്പോ നമ്മൾ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് IXX ആയിരിക്കും. അത് ഓർത്തിരുന്നോണേ. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസും ഉണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് YY ആക്സിസും ഉണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ് ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ആക്സിസ്. അപ്പോ IXX കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ BD cube divided by 12. അത് B എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ, D എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ. B ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ, D ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ റെക്ടാങ്കിൾ അല്ല, ഐ സെക്ഷൻ അല്ലേ? സോ ഇത് B, ഇത് D. ഇനി ഇതിനകത്തുനിന്ന് രണ്ട് ചെറിയ റെക്ടാങ്കിൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതൊരു ചെറിയ റെക്ടാങ്കിൾ, ഇത് അടുത്ത ചെറിയ റെക്ടാങ്കിൾ. അപ്പൊ ഈ വലിയൊരു റെക്ടാങ്കിളിൽ നിന്ന് ചെറിയ രണ്ട് റെക്ടാങ്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഐ സെക്ഷൻ ആയിട്ട് മാറിയില്ലയോ? ക്ലിയർ ആണോ? BD എന്നുള്ളൊരു റെക്ടാങ്കിളിൽ നിന്ന് നമ്മൾ ചെറിയ രണ്ട് റെക്ടാങ്കിൾസ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ചെറിയ രണ്ട് റെക്ടാങ്കിൾസ് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇതൊരു ഐ സെക്ഷൻ ആയിട്ട് മാറിയില്ലേ? അപ്പോൾ നമുക്ക് റെക്ടാങ്കുലർ സെക്ഷൻ മാത്രം, റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചാൽ മതി. അവിടെ നിന്ന് നമുക്ക് ഐ സെക്ഷന്റെ ഇക്വേഷൻ എഴുതാം. പ്രൊവൈഡഡ് ഇത് സിമെട്രിക്കൽ ആയിരിക്കണം. സിമെട്രിക്കൽ ആണെങ്കിലേ നമുക്ക് ഇത് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. BRക്കിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിനല്ലേ വരത്തുള്ളൂ. അപ്പൊ അൺസിമെട്രിക്കൽ ആയിട്ടൊക്കെ വന്നാൽ ഒരുപാട് ലെങ്തി ആയി പോകും ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ബിടെക്കിന് ചോദിക്കുകയാണെങ്കിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണം. അത്രയും മാർക്കിന് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഐയുടെ വാല്യൂ കാൽക്കുലേഷൻ ഒക്കെ ചോദിക്കുള്ളൂ. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ ഐ സെക്ഷൻ. അപ്പോ ഈ ഇക്വേഷൻ ഒന്ന് ഞാൻ മാറ്റി എഴുതാം. ഇതിനെ ക്യാപിറ്റൽ B എന്ന് കൊടുക്കാം, ഇതിനെ ക്യാപിറ്റൽ D എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ D. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്
capital BD cube divided by 12 minus എന്ത് ചെയ്യണം? നമുക്ക് എത്ര ചെറിയ റെക്ടാങ്കിൾസ് ഉണ്ട്? 2 ചെറിയ റെക്ടാങ്കിൾസ് ഉണ്ട്. അപ്പൊ 2 into small BD cube divided by 12. 2 into BD cube divided by 12. ഈ ഒരു ഇത് സ്മോൾ ബി, ഇത് സ്മോൾ ബി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. ഫോർ എ സിമെട്രിക്കൽ ഐ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ഒരു സിമെട്രിക്കൽ ഐ സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ റെക്ടാങ്കുലർ വെച്ചിട്ട് റെക്ടാങ്കുലറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. അപ്പൊ ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ സെക്ഷന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. Yes, sir. Yes, sir. അപ്പോൾ നമ്മുടെ ഡിഫ്ലക്ഷൻ ഇക്വേഷനകത്തുനിന്ന് അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത് ഓർത്തിരിക്കണം, നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സും ഉണ്ട്, ഐ വൈ വൈ ഉണ്ട്. ഐ എക്സ് എക്സും ഐ വൈ വൈ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സും പറയും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വൈഡ് ഇക്വേഷൻ, ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത് ഐ എക്സ് എക്സ് ആണ് എടുക്കുന്നത്. ഡിഫ്ലക്ഷൻ ഇക്വേഷനകത്ത് എടുക്കുന്നത് ഐ എക്സ് എക്സ് ആണ്. അത് ഓർത്തിരിക്കണം, അത് തെറ്റിപ്പോകരുത്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്ന് വെച്ചാൽ പിന്നെ അത് കൺഫ്യൂഷൻ ആയിപ്പോ കുറച്ചും കൂടി കഴിയുമ്പോൾ. ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാമോ? Yes, sir. ഓക്കെ. Yes, sir. സോ നമ്മുടെ ക്വസ്റ്റ്യനേക്ക് നോക്കാം. അപ്പോ W ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത് 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നായിരുന്നു. ആ 40 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിനെ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് 40 into 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി വൈയുടെ വാല്യൂ 1 സെന്റിമീറ്റർ ആണ് കൊടുത്തത്. ആ 1 സെന്റിമീറ്റർ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ 1/12 into BD cube by 12. സോ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ വാല്യൂ വന്നേന്ന്. ഇതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും ഒന്ന് പറയാമോ? ഈ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 30 centimeter. 30 സെന്റിമീറ്റർ. ഇനി ഈ ബ്രെഡ്ത്ത് ഡെപ്ത് 5 1 1 ഹൈറ്റ് 110. 110. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷനിൽ വരുന്നത് അല്ലേ? ഇതിനകത്ത് നമുക്ക് 2 ചെറിയ റെക്ടാങ്കിൾസ് ഉണ്ട്. ഈ ഒരു ചെറിയ റെക്ടാങ്കിള്, ഈ അടുത്ത ചെറിയ റെക്ടാങ്കിൾ. ഈ ചെറിയ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? നമുക്ക് ആ ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും 100. ഇനി ഈ ഡിസ്റ്റൻസ് എത്ര വരുമെന്ന് പറയാമോ? ഇത്രയും ലെങ്ത് എന്ത് വരും? സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഫുൾ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. ഫുൾ ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ ആണ്. അപ്പം സെന്ററിൽ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും വരുന്നത്? 15. ഇനി ഈ ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എത്ര ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്? 2 സെന്റിമീറ്റർ. അപ്പോൾ സെന്ററിൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്ര വരും? 1 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എത്ര കിട്ടും? 14 അല്ലേ വരുന്നേ? ഒന്നും കൂടി പറയണോ?
സോ ഇതാണ്ടേ ഈ സെൻട്രിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. നമ്മുടെ ഈ ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും വരുന്നത്? 1 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. സെൻട്രിൽ നിന്ന് ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. 14 സെന്റിമീറ്റേഴ്സ്. സോ ഇവിടെ ഞാനത് ഒരുമിച്ച് എഴുതി 2 ഇൻറ്റു BD3/12 ഒരുമിച്ച് എഴുതി. അതാണ് 14 ഇൻറ്റു 2 28 എഴുതിയേക്കുന്നത്. അപ്പോൾ BD3/12 മൈനസ് സ്മോൾ BD3/12 2 ഇൻറ്റു സ്മോൾ BD3/12. അപ്പൊ 2 ഇൻറ്റു ബി ഒരുമിച്ച് എഴുതി, അതാണ് 2 ഇൻറ്റു 14 ഒരുമിച്ച് എഴുതിയതുകൊണ്ടാണ് 28 എന്ന് വന്നത്. ഡിവൈഡഡ് ബൈ 12. IXX എഴുതി ക്ലിയർ ആണോ? IXXനകത്ത് ഡൗട്ട് ഉണ്ടോ? ആൽഫിയ ഡൗട്ട് ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? അടുത്ത സ്റ്റെപ്പ് പറയാമോ? ആൽഫയ്ക്ക് എന്താ ഡൗട്ട് എന്ന് പറയാമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്. സാർ അവിടെ വന്നപ്പോ നെറ്റ് ഒന്ന് ലാഗ് ആയിരുന്നു. അപ്പൊ ഒരിക്കലും പറയാൻ പറ്റുമോ? ഓക്കെ, പറയാം. സോ ഇതാണ് ഐ. ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. ഇതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 110 അല്ലേ, 110 സെന്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് 2 ചെറിയ റെക്ടാങ്കിൾസ് ഉണ്ട്. അപ്പൊ എന്തായിരുന്നു, നമുക്കൊരു വലിയ റെക്ടാങ്കിളിൽ നിന്ന് 2 ചെറിയ റെക്ടാങ്കിള് സബ്സ്ട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ പറഞ്ഞ എന്തായിരുന്നു? ക്യാപിറ്റൽ BD³ ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 ഇൻറ്റു സ്മോൾ BD³ ഡിവൈഡഡ് ബൈ 12. ഇപ്പൊ ക്യാപിറ്റൽ B ക്യാപിറ്റൽ D എന്ന് വെച്ചാൽ അതാണ് ക്യാപിറ്റൽ B 30, ക്യാപിറ്റൽ D 110 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഇനി നമുക്ക് സ്മോൾ ഡിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് സ്മോൾ ബി. ഈ ഡിസ്റ്റൻസ് പറയൂ. സ്ക്രീൻ ചേഞ്ച് ആയില്ല. ഓ സോറി. അത് ഞാൻ വിട്ടുപോയി സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പം കാണാമോ? ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഇതായിരുന്നു നമ്മുടെ ഐ സെക്ഷൻ. ഐ സെക്ഷന്റെ ബ്രെഡ്ത്ത് 30, ഹൈറ്റ് 110. അപ്പോ നമുക്ക് ഇത് കണക്കൊരു വലിയ റെക്ടാങ്കിൾ ഉണ്ട്. ആ വലിയ റെക്ടാങ്കിളിൽ എന്ത് ചെയ്തു? ചെറിയ 2 റെക്ടാങ്കിൾസ് സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് നെറ്റ് ഐ സെക്ഷൻ വരുന്നത്. ഇനി ഈ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ BD³ ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 ഇൻറ്റു സ്മോൾ BD³ ഡിവൈഡഡ് ബൈ 12. ഇതായിരുന്നു ഇക്വേഷൻ. ക്യാപിറ്റൽ BD³ ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു സ്മോൾ BD³ ഡിവൈഡഡ് ബൈ 12. ഇനി ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ ഡിയും ക്വസ്റ്റിനകത്ത് നിന്ന് എഴുതാം. 30 സെന്റിമീറ്റർ ആണ് ക്യാപിറ്റൽ ബി, 110 ആണ് ക്യാപിറ്റൽ ബി. ഇനി സ്മോൾ BD, അപ്പോ ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ബി എന്ന് പറയുന്നത്. ഇതാണ് സ്മോൾ ഡി.
അപ്പോൾ സ്മോൾ ഡിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് 5 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആണ്. അപ്പോൾ സ്മോൾ ഡിയുടെ വാല്യൂ എന്ത് എഴുതാം? സ്മോൾ ഡിയുടെ വാല്യൂ 100 സെന്റിമീറ്റേഴ്സ് ആയിട്ട് എഴുതാം. ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫിഗറിനകത്ത് 100 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ഡി 100 സെന്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് എന്ത് വേണം? ഈ സ്മോൾ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സ്മോൾ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു സെന്റർ ലൈൻ ആണ്. അപ്പോൾ ഇത് ഫുൾ 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ത് വരും? 15 സെന്റിമീറ്റേഴ്സ് ആണ്. 15 സെന്റിമീറ്റേഴ്സ്. ഇനി ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണ്. ഫ്ലാഞ്ചിന്റെ തിക്നെസ് വെബിന്റെ തിക്നെസ് 2 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 1 സെന്റിമീറ്റർ വരും. സെന്ററിൽ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ, ഇത്രയും ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ, ഈ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ. അപ്പോൾ റിമൈനിങ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 14 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 2 × 14 × d ക്യൂബ് ഡിവൈഡഡ് ബൈ 12. 2 × 14, d എന്ന് പറഞ്ഞാൽ 100. 2 × 14 × 100 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 × 14 28 എന്ന് എഴുതി. ഇവിടെയും ഡിവൈഡഡ് ബൈ 12, ഇവിടെയും ഡിവൈഡഡ് ബൈ 12 ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് എഴുതി. അതാണ് 1 ഡിവൈഡഡ് ബൈ 12 എന്ന് വരാൻ കാര്യം. പറഞ്ഞത് ക്ലിയർ ആണോ? Yes, sir. സോ എന്നിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കിട്ടുന്ന ആൻസർ cm/4 കിട്ടുന്നത്. ബിക്കോസ് നമ്മുടെ ഈ സെക്ഷനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും സെന്റിമീറ്റേഴ്സിലായിരുന്നു. അതിനെ എന്ത് ചെയ്തു? m/4 കൺവേർട്ട് ചെയ്തു. സെന്റിമീറ്ററിലെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യണ്ടേ? ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ 10⁻². ഈ cm/4 ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. cm/4 m/4 ആക്കുകയാണ്. അതുകൊണ്ടാണ് 10⁻², 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ IXX കിട്ടും 99.42 × 10⁻⁻4 m/4. അപ്പോൾ IXX കിട്ടി. നമുക്ക് വേണ്ടത് ഈ ഇക്വേഷനിലേക്ക് IXX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ഡബ്ല്യുവിന്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ ക്വസ്റ്റിനിൽ ഇല്ല. ഡിവൈഡഡ് ബൈ 384 × ഇയുടെ വാല്യൂ ക്വസ്റ്റിനിൽ കൊടുത്തു. ഐയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. L/4 ഈസ് ഈക്വൽ ടു 40,084.8 എന്ന് കിട്ടും. അപ്പൊ L ഈസ് ഈക്വൽ ടു 14.15 മീറ്റർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 14.15 മീറ്റേഴ്സ്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനകത്ത് നമുക്ക് എന്തുണ്ട്? ഫസ്റ്റ് ഓയിലർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓയിലർ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സേഫ് ലോഡ്. അപ്പോൾ ഓയിലർ ലോഡ് ഫോർ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് 4π² EI ഡിവൈഡഡ് ബൈ L². ഇതാണ് നമ്മുടെ ഓയിലർ ലോഡിന്റെ ഇക്വേഷൻ. ഫോർ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് 4π² EI ഡിവൈഡഡ് ബൈ L². അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇക്വേഷനകത്ത് ഒരു ഐയുടെ വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഓയിലർ ഇക്വേഷനകത്ത് കൊടുക്കേണ്ട ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ ഫിഗർ വരച്ചപ്പോഴും പറഞ്ഞായിരുന്നു, കാണിച്ചു. സോ നമുക്കൊരു ബോഡിയിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് YY ആക്സിസ് ഉണ്ട്. ഇത് IYY ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് IYY ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ഉണ്ട്. IXX ഉം IYY ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് IXX തന്നെ ആയിരിക്കും.
ഇനി ക്രിപ്ലിംഗ് ലോഡോ ബക്ലിംഗ് ലോഡോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ IXXും IYYയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഏറ്റവും ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ IXX ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി IYYയും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിനകത്ത് ലീസ്റ്റ് IXX ആണോ IYY ആണോ ലീസ്റ്റ് കിട്ടുന്ന വാല്യൂ, ആ ലീസ്റ്റ് കിട്ടുന്ന വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ഈ ഓയിലർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം, അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ചില കേസിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇപ്പൊ റെക്ടാങ്കുലർ സെക്ഷനും സർക്കുലർ സെക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉള്ളൂ, IXXും IYYയും ഒന്നുമില്ല, സർക്കുലർ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ റെക്ടാങ്കുലർ സെക്ഷൻസ് അല്ലെങ്കിൽ I സെക്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ IXXും IYYയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ടേ നമുക്ക് അതിനകത്ത് ലീസ്റ്റ് വാല്യൂ എടുത്തിട്ടേ നമുക്ക് ഓയിലർ ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ I എന്ന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ IYY കാൽക്കുലേറ്റ് ചെയ്യുവാണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY ആക്സിസ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷനകത്ത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. IYY കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് DB³ ഡിവൈഡഡ് ബൈ 12 ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY DB³ ഡിവൈഡഡ് ബൈ 12. D എന്ന് വെച്ചാൽ ഡെപ്ത്, B എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത്. DB³ ഡിവൈഡഡ് ബൈ 12. സോ നമ്മുടെ അതിനകത്ത് എത്ര റെക്ടാംഗിൾ ഉണ്ട്? 3 റെക്ടാംഗിൾസ് ആണുള്ളത്. DB³ ഡിവൈഡഡ് ബൈ 12. ഇവിടെ ഒരു D ഉണ്ട്, B ഉണ്ട്, ഇവിടെയും ഒരു D ഉണ്ട്, ഇവിടെയും ഒരു B ഉണ്ട്. Sir, screens. ഓ സോറി. സ്ക്രീൻ കാണാവോ? Yes, sir. അപ്പൊ ഇക്വേഷൻ ഇതാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY ആക്സിസ് എന്ന് പറയുമ്പോൾ DB³ ഡിവൈഡഡ് ബൈ 12 ആണ് ഇക്വേഷൻ. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY ആക്സിസ് DB³ ഡിവൈഡഡ് ബൈ 12. അപ്പൊ നമ്മുടെ I സെക്ഷൻ നോക്കിക്കേ. I സെക്ഷനകത്ത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇതൊരു റെക്ടാംഗിൾ, ഇത് സെക്കൻഡ് റെക്ടാംഗിൾ, ഇത് തേർഡ് റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ നമുക്ക് DB³ ഡിവൈഡഡ് ബൈ 12, ഇവിടെയും DB³ ഡിവൈഡഡ് ബൈ 12, ഇവിടെയും DB³ ഡിവൈഡഡ് ബൈ 12 ആയിട്ട് എടുക്കാം. അപ്പോ ഈ രണ്ട് വാല്യൂസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻ കാണിച്ചു തരാം. സോ അതുകൊണ്ടാണ് ഇവിടെ 2 ഇൻറ്റു കൊടുത്തിരിക്കുന്നത്. DB³ ഡിവൈഡഡ് ബൈ 12 ഇതാണ് ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചും. അപ്പൊ ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചിന്റെയും വാല്യൂസ് DB³ ഡിവൈഡഡ് ബൈ 12. D എന്ന് വെച്ചാൽ ഡെപ്ത്, B എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത്. അപ്പം ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചിനും എന്താണ്? സെയിം വാല്യൂസ് തന്നെ അല്ലേ? അതുകൊണ്ടാണ് 2 കൊടുത്തിരിക്കുന്നത്. DB³ ഡിവൈഡഡ് ബൈ 12 ആണ് IYY കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഡിയുടെ വാല്യൂ 100, ബിയുടെ വാല്യൂ 2. അപ്പോൾ 100 into 2³ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് YY ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് DB³ ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 2.25 into 10⁻⁻⁴ മീറ്റർ പവർ 4. ഒറിജിനലി കിട്ടുന്ന വാല്യൂ സെന്റിമീറ്റർ പവർ 4 ആയിരിക്കും. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ IXXന്റെ വാല്യൂവും IYYയുടെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്തു. IYY 2.25 into 10⁻⁻⁴. IXXന്റെ വാല്യൂ 99.42 into 10⁻⁻⁴. 99.42 into 10⁻⁻⁴. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് IYYയുടെ വാല്യൂ ആണ് 2.25 into 10⁻⁻⁴. സോ അതുകൊണ്ടാണ് buckling takes place at the axis having least moment of inertia. Buckling takes place along the axis having least moment of inertia. അപ്പോൾ IYY വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്ടൺ ആൻസർ കിട്ടും. അതിനെ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ എന്നിട്ട് സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. സേഫ് ലോഡ് എന്ന് പറയുമ്പോൾ ഓയിലർ ലോഡ് ഡിവൈഡഡ് ബൈ
ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പൊ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് 4 meters. പറഞ്ഞ ക്ലിയർ ആണോ? Yes, sir. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? No, sir. സോ 1 second, ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ. പെർമനന്റ് ആബ്സെന്റ് അല്ലേ? നമ്പർ 18. Yes, sir. നമ്പർ 22 ആബ്സെന്റ് ആണോ? റോൾ നമ്പർ 22. ബെൻജോൺ പീറ്ററിന്റെ നമ്പർ എത്രയാ? റോൾ നമ്പർ 16. 16. ഓക്കെ. ഇപ്പോ റോൾ നമ്പർ 22 പ്രസന്റ് ആണോ? നമ്പർ 22 ആരാ? ജോയൽ ഇടയ്ക്ക് എക്സിറ്റ് ആയെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്. താങ്ക് യു. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Sir, പറഞ്ഞോ ജസ്ന. sir, ഡൗട്ട്. ഈ IYY ഉണ്ടല്ലോ, ആ, IYY കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ആഡ് ചെയ്യുന്നത്? സബ്ട്രാക്ട് അല്ല ചെയ്യേണ്ടത്? IYY കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ഒന്ന് വരയ്ക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഞാൻ ഇതൊന്ന് ഓക്കെ, എടുത്തോട്ടെ. IYY എടുക്കാൻ നേരത്ത് നമ്മൾ ചെയ്തത് ആ 3 റെക്ടാംഗിൾസും കൂടി ആഡ് ചെയ്യുക ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ എടുത്തതെന്ന് പറയാം. അത് നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഐ സെക്ഷൻ ഒക്കെ നേരത്തെ പഠിച്ചിട്ടില്ലേ? കാണിച്ചു തരാം എന്താണ്.
ഇതാ നമ്മുടെ ഐ സെക്ഷൻ. ഉം. ഇനി ഈ ഐ സെക്ഷനകത്ത് ഇത് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് സിമെട്രിക്കൽ ആയിട്ട് ഒരു ആക്സിസ് ആണ്. ശരിക്കും നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബി ക്യൂബ് Right. ഡിവൈഡഡ് ബൈ 12 ലെസ് ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് ഈ എച്ച് സ്ക്വയർ എന്നുള്ള ടേം 0 ആയി പോകും. അത് എങ്ങനെയാ വരുന്നതെന്നൊക്കെ നമുക്ക് അടുത്തൊരു ടി സെക്ഷൻ വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതങ്ങ് 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഡി ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 എന്നാണ് വരുന്നത്. അപ്പോ ഇത് നമ്മളൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് അടുത്ത റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. തേർഡ് റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഐ വൈ വൈ അല്ലയോ? ഇതാണ് ഐ വൈ വൈ എന്ന് പറയുന്ന ആക്സിസ്. ഐ വൈ വൈ എന്ന് പറയുന്ന ആക്സിസ് ഈ പറയുന്ന ഫസ്റ്റ് റെക്ടാംഗിളും സെക്കൻഡ് റെക്ടാംഗിളിനും തേർഡ് റെക്ടാംഗിളിന്റെയും കറക്റ്റ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. കണ്ടോ? 1 2 3 ഇത് മൂന്നിന്റെയും ഡയറക്റ്റ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡി ബി ക്യൂബ് ബൈ 12 എന്നുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഇതാണ് വൈ വൈ പറയുന്ന ഇക്വേഷൻ. ഡി ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 12. പക്ഷേ ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞാല് ഞാൻ കാണിച്ചത് ഇതാണ് ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞ സാധനം. ഐ എക്സ് എക്സ് നമുക്ക് 3 റെക്ടാംഗിളും കൂടി പാസ് ചെയ്യും. ഇല്ലല്ലോ, എവിടെ കൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ? നടുക്കൂടി മാത്രമേ പാസ് ചെയ്യൂ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഫുൾ ഒരു റെക്ടാംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഐ എക്സ് എക്സ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ ചെറിയ റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുന്നു. അതും കൺസിഡർ ചെയ്തു അതിന്റെ നടുക്കൂടി പാസ് ചെയ്യുന്നതായിട്ട് എടുത്തു. കണ്ടോ? അപ്പോ റെക്ടാംഗിളിന്റെയും ചെറിയ റെക്ടാംഗിളിന്റെയും നടുക്കൂടി ഐ എക്സ് എക്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെക്ടാംഗിളിന്റെ ഇക്വേഷൻ എടുത്താൽ മതി. ബി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 എടുത്താൽ മതി. കണ്ടോ? ഇപ്പം ഇവിടെ നമുക്ക് ഐ വൈ വൈക്കകത്ത് മൂന്നിന്റെയും സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡി ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കാൻ പറ്റിയത്. അത് മൂന്നിന്റെയും ഫസ്റ്റും സെക്കൻഡും തേർഡും എടുക്കാൻ പറ്റി. പക്ഷെ ഐ എക്സ് എക്സ് എടുക്കാൻ മൂന്നിന്റെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഐ എക്സ് എക്സ് എന്ന് പറയുന്ന ആക്സിസ് നമുക്ക് ആകെപ്പാടെ ഈ നടുക്കുള്ള ബെഡിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഉള്ളൊരു റെക്ടാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ചെറിയ 2 റെക്ടാംഗിളും സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ചെറിയ 2 റെക്ടാംഗിളും വൈ വൈ എക്സ് എക്സിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു സർ. ഓക്കെ.